ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ജയിലിൽ രചിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ റിപ്പർ ജയാനന്ദന് 2 ദിവസം പരോൾ നൽകി കോടതി. ജയിലിൽ വെച്ച് ജയാനന്ദൻ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച. മാളയിൽ ഇന്നലെ നടന്ന കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയുന്ന 70ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തല്ലിയാൽ തിരിച്ചു തല്ലാനാണ് തീരുമാനമെന്ന് K മുരളീധരൻ MP. മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഇനി സഹിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് തല്ലി തന്നെ തീർക്കാമെന്ന് K മുരളീധരൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ജയിലിൽ രചിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ റിപ്പർ ജയാനന്ദന് 2 ദിവസം പരോൾ നൽകി കോടതി. ജയിലിൽ വെച്ച് ജയാനന്ദൻ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ചയാണ്. 5 കൊലക്കേസ് ഉൾപ്പെടെ 23 കേസിൽ പ്രതിയായ ജയാനന്ദൻ 17 വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. 5 കൊലക്കേസിൽ പ്രതിയായി വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ കഴിയുന്ന റിപ്പർ ജയാനന്ദന് സ്വന്തം പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കാൻ ഹൈക്കോടതി പരോൾ അനുവദിച്ചു. ജയിലിൽ വെച്ച് ജയാനന്ദൻ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ചയാണ്. അഭിഭാഷക കൂടിയായ മകൾ കീർത്തിയുടെയും ഹർജിക്കാരിയായ ഭാര്യ ഇന്ദിരയുടെയും ശ്രമഫലമായാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ റിപ്പർ ജയാനന്ദന് 2 ദിവസത്തെ പരോൾ അനുവദിച്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 23 കേസിൽ പ്രതിയായ ജയാനന്ദൻ 17 വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ജയിൽ ജീവിതം ഇയാളെ ഏറെ മാറ്റിയെന്നും നോവലും കഥയുമൊക്കെ ഈ പരിവർത്തനത്തിന്റെ ഭാഗമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. പുലരി വിരിയും മുമ്പേ പുസ്തക വായനയിലൂടെ മാനസാന്തരം വന്ന വ്യക്തിയുടെ കഥയാണെന്നും ഹർജിക്കാരി വിശദീകരിച്ചു. നേരത്തെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജയാനന്ദന് പരോൾ അനുവദിച്ചിരുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കുകയെന്നത് ജയാനന്ദന്റെ സ്വപ്നമാണ്. പുസ്തകം വിറ്റുകിട്ടുന്ന പണം പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളുടെ ക്ഷേമത്തിന് വിനിയോഗിക്കാനാണ് ആഗ്രഹമെന്നും ഹർജിക്കാരി പറഞ്ഞു. പുസ്തകത്തിന്റെ പകർപ്പും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഡിസംബർ 23 രാവിലെ 11 എറണാകുളം പ്രസ് ക്ലബ്ബിലാണ് പ്രകാശന ചടങ്ങ്. സുനിൽ P. ഇളയിടമാണ് പ്രകാശനം നിർവഹിക്കുന്നത്. കൊലക്കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് പരോൾ അനുവദിക്കാൻ നിയമമില്ലെങ്കിലും പുസ്തക പ്രകാശനമാണെന്നത് കണക്കിലെടുത്ത് പരോൾ അനുവദിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. മീഡിയ ടൈം, കൊച്ചി. മാളയിൽ ഇന്നലെ നടന്ന കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയുന്ന 70ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. IPC വകുപ്പുകളിലെ 143, 147, 283, 149 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. നവകേരള സദസ്സിനിടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെ KPCC ആഹ്വാനപ്രകാരം നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മാളയിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ ഉൾപ്പെടെയുള്ള കണ്ടാലറിയുന്ന 70ഓളം പേർക്കെതിരെയാണ് കേസ്. മാളയിലെ തന്നെ പ്രമുഖ നേതാക്കളായ DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, VA അബ്ദുൽ കരീം, KK രവി നമ്പൂതിരി, നിർമ്മൽ C പാത്താടൻ, ഔസേപ്പച്ചൻ, സണ്ണി കൂട്ടാല, സാജൻ കുടിയൻ, ഡെയ്സി തോമസ്, വക്കച്ചൻ നമ്പൂക്കൻ, സാബു കൈതാരൻ, തിലകൻ, ജോഷി കാഞ്ഞുത്തറ, സോയി കോലഞ്ചേരി, ടെസ്സി ടൈറ്റസ്, ആനി, ഷെർലി, ജോളി സജീവ്, സിൽവി സേവ്യർ, PD ജോസ്, സോമൻ മാടവന, PK സിദ്ദിഖ്, സന്തോഷ് അത്തപ്പള്ളി, ശോഭന ഗോകുൽനാഥ് എന്നീ നേതാക്കളും മറ്റു പ്രവർത്തകരും കേസിൽ പ്രതികളാണ്. പൊതുവഴിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും മുദ്രാവാക്യം വിളിച്ചു, ജാഥ നടത്തി തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുള്ളത്. IPC വകുപ്പുകളായ 143, 147, 283, 149 എന്നീ വകുപ്പുകളാണ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മീഡിയ ടൈം, മാള. തല്ലിയാൽ തിരിച്ചു തല്ലാനാണ് തീരുമാനമെന്ന് K മുരളീധരൻ MP. മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഇനി സഹിക്കാൻ ഞങ്ങളെ കിട്ടില്ല. കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് LDF കൺവീനറും പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് തല്ലി തന്നെ തീർക്കാമെന്ന് K മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. വെഞ്ഞാറമൂട്ടിൽ കരുതൽ തടങ്കലിൽ വെച്ച കുട്ടികളെ DYFI പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലി.
അതും ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തിരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. 23-ാം തീയതി ജാഥ അവസാനിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷാ പ്രവർത്തനം അവസാനിക്കുന്നില്ല. ഇപ്പോൾ തല്ലിയാ തിരിച്ചില്ലെന്നാണ് നമ്മുടെ LDF കൺവീനർ പറയുന്നത്. അപ്പോൾ നമുക്കെന്തല്ല തല്ലി കണക്ക് തീർക്കാം. മാളയിലെ അജൈവ മാലിന്യ ശേഖരണ പ്ലാന്റ് വലിയ പറമ്പിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾ എതിർപ്പ് പറയുന്നത് മാളക്കടവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ. MCF വേണമെന്നുള്ളത് മാളയിലെ 19 അംഗങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എന്നാൽ ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്ന BJP കോൺഗ്രസ് പ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രവീന്ദ്രൻ മീഡിയ ടൈമിനോട് പറഞ്ഞു. ഈ MCF വരാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മാള ടൗണിലെ എന്ന് വെച്ചാൽ ഈ MCFിനെതിരെ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയമായിട്ട് 2 കക്ഷികളാണ് വരുന്നത്. ഒന്ന് BJPയും ഒന്ന് കോൺഗ്രസും. ഇവർ കൈകോർത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നത് മാളക്കടവിൽ വരാൻ പോകുന്ന മറ്റ് മാടക്കടവിന്റെ വികസനവും അനുബന്ധ മേഖലയുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട പരിപാടികൾ എല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇപ്പൊ നിലനിൽക്കുന്ന പരിമിതമായ മറ്റേ ഇതിൽ നിൽക്കുന്ന ആ MCF മാറ്റരുത് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാളയിൽ ഒരു വികസനവും പാടില്ല എന്നാണ്. ഇടതുപക്ഷ മുന്നിട്ട് 2ാം ഘട്ടത്തിലേക്ക് വന്ന ഒരു പഞ്ചായത്താണ്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ അതുപോലെ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാള പഞ്ചായത്ത് ചെയ്യുന്നത്. അതിന് എതിരായി നിൽക്കുന്ന മുഴുവൻ പേരോടും അത് കാര്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ട് ഈ കേരളത്തിലെ നിലവിൽ നിൽക്കുന്ന MCFകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠനം ഉണ്ടാവണം. ആ രീതിയിലേക്ക് ഉണ്ടാവണം. തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പരിശോധിക്കണം. എല്ലാം തന്നെ ആവാസ മേഖലയിൽ നിലനിൽക്കുന്നതാണ്. ഒരു പരിസ്ഥിതി പ്രശ്നം അവിടെ ഇല്ല. അവിടെ ഇല്ലാത്ത പ്രശ്നം എന്താണ് മാളയിൽ നിന്ന് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ EDയോട് ചോദ്യങ്ങളുമായി കോടതി. എന്തുകൊണ്ട് കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കോടതി ചോദിച്ചു. CPM കൗൺസിലർ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ചോദ്യം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണമിടപാട് കേസിൽ EDയോട് ചോദ്യങ്ങളുമായി എറണാകുളം PMLA കോടതി. എന്തുകൊണ്ട് കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കോടതി ചോദിച്ചു. ഗുരുതര കുറ്റം തുടരുകയാണ്. ഗുരുതര കുറ്റം ചെയ്തവർ പോലും സ്വതന്ത്രരായി തുടരുകയാണ്. CPM കൗൺസിലർ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ചോദ്യം. അരവിന്ദാക്ഷൻ അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ED കോടതിയെ അറിയിച്ചത്. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് അവർ അന്വേഷണത്തോട് സഹകരിക്കുന്നത് കൊണ്ടാണെന്നും ED വിശദീകരിച്ചു. തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യാതെ തട്ടിപ്പിന് കൂട്ടുനിന്നവരെ അറസ്റ്റ് ചെയ്തുവെന്നായിരുന്നു അരവിന്ദാക്ഷന്റെ വിമർശനം. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നുവെന്നും അരവിന്ദാക്ഷൻ കോടതിയോട് പറഞ്ഞു. ഫോണിൽ വിളിച്ചപ്പോൾ പോലും ഹാജരായി എന്ന് പറഞ്ഞ അരവിന്ദാക്ഷൻ തന്നെ അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയാണെന്നും കുറ്റപ്പെടുത്തി. ED വിവേചനം കാട്ടുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതാണ് പ്രകോപനമെന്നും അരവിന്ദാക്ഷൻ ആരോപിക്കുന്നു. മീഡിയ ടൈം, കൊച്ചി. കൊടുങ്ങല്ലൂരിലെ DYFI നേതാവായിരുന്ന KU ബിജു വധക്കേസിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും. തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി രജനീഷാണ് വിധി പറയുക. സംഭവ സമയത്ത് മൈനറായിരുന്ന 2ാം പ്രതി മിഥുന്റെ വിചാരണ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ നടന്നുവരികയാണ്. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും വിവിധോദ്ദേശ സഹകരണ സംഘം ജീവനക്കാരനുമായിരുന്ന ലോകമലേശ്വരം കാരേക്കാട്ട് ഉണ്ണികൃഷ്ണന്റെ മകൻ ബിജു 2008 ജൂൺ 30-നാണ് ആക്രമിക്കപ്പെട്ടത്. ജൂലൈ 2-നായിരുന്നു മരണം. സഹകരണ ബാങ്കിലെ കുറി പിരിവിനായി സൈക്കിളിൽ പോവുകയായിരുന്ന ബിജുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബിജു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ബിജു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയായിരുന്നു. എടവിലങ്ങ് കരിച്ചാക്കുളത്ത് വീട്ടിൽ ജോബ്, പ്രായപൂർത്തിയാകാത്ത ഒരാൾ, പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ്, വെമ്പല്ലൂർ പള്ളിപ്പാട്ട് വീട്ടിൽ സേവ്യർ എന്ന അച്ചായൻ എന്നിവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവ സമയത്ത് മൈനറായിരുന്ന 2ാം പ്രതി മിഥുനിന്റെ വിചാരണ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ നടന്നുവരികയാണ്. BJP ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന AR ശ്രീകുമാർ, നേതാക്കളായ ലോകമലേശ്വരം കളരിക്കൽ വീട്ടിൽ മനോജ്, വെമ്പല്ലൂർ കൈപ്പോത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് കേസ്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 38 സാക്ഷികളെയും 75 രേഖകളും ഹാജരാക്കി. പ്രതിഭാഗത്തു നിന്നും 4 സാക്ഷികളെ വിസ്തരിച്ചു. 1 വർഷവും 6 മാസവും വിചാരണ നീണ്ടു.
പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി ആർ രവീന്ദ്രൻ, അഭിഭാഷകരായ അഭിഷേക് ബി പിള്ള, അഖിൽ മറ്റത്ത്, YS അർജുൻ എന്നിവർ ഹാജരായി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. നെടുമ്പാശ്ശേരി കരിയാട് മറ്റൂർ റോഡിൽ അകപ്പറമ്പ് ഭാഗത്ത് വിരണ്ടോടിയ പോത്ത് സ്കൂട്ടർ യാത്രികനെ കുത്തിമറിച്ചിട്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. നിരവധി വാഹനങ്ങൾ കുത്തിമറിച്ചിട്ടോടിയ പോത്തിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് കീഴടക്കിയത്. നെടുമ്പാശ്ശേരി കരിയാട് മറ്റൂർ റോഡിൽ അകപ്പറമ്പ് ഭാഗത്ത് വിരണ്ടോടിയ പോത്തിന്റെ പരാക്രമം. ബൈക്ക് യാത്രികൻ ഉൾപ്പെടെ 6 പേർക്ക് പോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. കൂടാതെ പിടിച്ചുകെട്ടാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയും പോത്ത് കുത്തി. വിരണ്ടോടിയ പോത്ത് എയർപോർട്ട് മറ്റൂർ കരിയാട് റോഡിന്റെ നടുക്കായി നിലയുറപ്പിക്കുകയായിരുന്നു. ഇതോടെ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി. അതിനിടയിൽ വണ്ടി ഓടിച്ചു പോകാൻ ശ്രമിച്ച സ്കൂട്ടർ യാത്രികനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. അതിഥി തൊഴിലാളികൾക്കും പരിക്കേറ്റു. ഏറെ നേരത്തെ ശ്രമഫലമായാണ് നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് പോത്തിനെ പിടിച്ചു കെട്ടിയത്. കുത്തേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. സിനിമാ നടി ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിലെ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ ഭാര്യ ആർച്ച, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേരെയാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് DYSP ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവർക്ക് ചൂണ്ടലിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു നൽകിയത് കുന്നംകുളത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണെന്ന് സൂചനയുണ്ട്. ശ്രീ പെരുമ്പുതൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും വധഭീഷണി നേരിടുകയാണെന്നും ഗൗതമി നേരത്തെ പരാതി നൽകിയിരുന്നു. ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത്. പിന്നാലെ ഗൗതമിയെ വിളിച്ചുവരുത്തി പോലീസ് വിശദമായ മൊഴിയും എടുത്തിരുന്നു. തന്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് ഗൗതമി പറഞ്ഞിരുന്നു. 46 ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്ന് അറിയിച്ച് അഴകപ്പൻ എന്ന കെട്ടിട നിർമ്മാതാവും ഭാര്യയും സമീപിച്ചതെന്ന് ഗൗതമി പരാതിയിൽ പറഞ്ഞിരുന്നു. വിശ്വസനീയതയോടെ പെരുമാറിയിരുന്ന അവർക്ക് താൻ പവർ ഓഫ് അറ്റോർണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ചാണ് 25 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ തട്ടിയതെന്നും ഗൗതമി പരാതിയിൽ ആരോപിച്ചിരുന്നു. വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാൽ 20 വർഷമായി അംഗമായ BJPയിൽ നിന്നും താൻ രാജിവെച്ചതായും ഗൗതമി അറിയിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ഫോട്ടോഗ്രാഫർ കുഴഞ്ഞു വീണ് മരിച്ചു. മാള കാട്ടിക്കരക്കുന്ന് സ്വദേശി ചെറിയമ്പറമ്പിൽ സുബ്രഹ്മണ്യം മകൻ സൂരജാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. തൃശൂർ ഒല്ലൂരിൽ ഫുട്ബോൾ കളിക്കിടയിൽ അസ്വസ്ഥത തോന്നിയ സൂരജിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ ബാത്റൂമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവർ CPOയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിള്ളിശ്ശേരി സ്വദേശി 40 വയസ്സുള്ള ആദിഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ പെരുമ്പിളിശ്ശേരിയിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരവേ 2022 ഒക്ടോബർ മുതൽ കാരണം ബോധിപ്പിക്കാതെ തുടർച്ചയായി ജോലിക്ക് ഹാജരാക്കാത്തതിന് പോലീസ് സേനയിൽ നിന്ന് ഡെസേർട്ടഡ് ആണ്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം. 3 ആടുകളെ നായ്ക്കൾ കടിച്ചുകൊന്നു. കടപ്പുറം അഞ്ചങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന ചിന്നയ്ക്കൽ ഷെരീഫയുടെ വീട്ടിലെ ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വീട്ടുമുറ്റത്തെ മരം കൊണ്ട് നിർമ്മിച്ച കൂട്ടിലായിരുന്നു ആടുകൾ ഉണ്ടായിരുന്നത്. കൂട്ടമായി എത്തിയ നായ്ക്കൾ കൂട് പൊളിച്ച ശേഷം ആടുകളെ കടിച്ചുകൊല്ലുകയായിരുന്നു. കടപ്പുറം പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. പണവും വിവിധ രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെ നൽകി ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ മാതൃകയായി. മാള പള്ളിപ്പുറം ചെല്ലക്കുടം ജോൺസൺ ആണ് മാള പള്ളിപ്പുറം മാള റോഡിൽ നിന്നും ഇന്ന് രാവിലെ പണവും വിവിധ രേഖകളും അടങ്ങിയ പേഴ്സ് ലഭിച്ചത്. ഉടൻ തന്നെ ഇയാൾ വാർഡ് മെമ്പർ വർഗീസ് കാഞ്ഞുത്തറയെ അറിയിക്കുകയും ഇരുവരും ചേർന്ന് മാള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. 13,000 രൂപ, ATM, പാൻ കാർഡ്, ലൈസൻസ് എന്നിവയാണ് പേഴ്സിൽ ഉണ്ടായിരുന്നത്.
പേഴ്സിൽ നിന്നും ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും SBI ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടപ്പോൾ കൊടുങ്ങല്ലൂർ വെമ്പല്ലൂർ പെട്ടിക്കാട്ടിൽ PR രാജീവന്റെ പേഴ്സാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കി ഇയാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പേഴ്സ് കൈമാറുകയായിരുന്നു. കുഴൂർ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഇരു ക്ഷേത്രങ്ങളിലും തൃക്കൊടിയേറ്റ് നടന്നു. തെക്കേടത്ത് താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരിപ്പാട്, വടക്കേടത്ത് അമ്പഴക്കാട്ട് മേക്കാട്ട് രാമൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിയേറ്റി. തുടർന്ന് സോപാന സംഗീതം, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ഡിസംബർ 20 മുതൽ 27 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. എല്ലാ ദിവസവും വിവിധ ക്ഷേത്രകലകളുടെ അവതരണം, തിരുവാതിരക്കളി, പ്രസാദൂട്ട് എന്നിവ ഉണ്ടാകും. ഇന്നു മുതൽ വടക്കേടത്ത് ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥകുളത്തിലേക്ക് നീരാട്ട് യാത്രയും നീരാട്ടും നടക്കും. 24-ന് കാർത്തിക ദീപക്കാഴ്ച, 27-ന് ആറാട്ട്, കൊടിക്കൽപ്പറ, തിരുവാതിര സദ്യ എന്നിവ നടക്കും. മാള ഹോളി ഗ്രേസ് സ്കൂളിലെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. സിനി ആർട്ടിസ്റ്റ് നീലിന സാന്ദ്ര ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമുക്ക് ജസ്റ്റ് ഫ്ലവർ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഐ വാസ് സോ നെർവസ്, നെഞ്ചിടിച്ച് അതുകൊണ്ട് കൊടുത്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മാച്ചിങ് ഡ്രസ്സസ് ഫോർ ദ ഗ്രൂപ്പ് ഡാൻസ് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ ചില വർഷങ്ങളിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാണ്ട് അവിടെ നടക്കുന്ന വർഷമുണ്ടായിരുന്നു, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി നൈസ്, വെരി നൊസ്റ്റാൾജിക്. അതുപോലെ വേറൊരു റീസൺ, ഈ സ്കൂൾ എനിക്ക് ആക്ച്വലി കുറച്ച് ക്ലോസ് ആണ്. ഇവൻഡോ ഞാനിവിടെ പഠിച്ചതല്ലെങ്കിൽ പോലും എനിക്ക് അറിയില്ലാത്ത പറയുന്നത് എൻ്റെ ആൻറ്റിയാണ് ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് സിസ്റ്റേഴ്സ്. സോ ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതിലെ മുതലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയും. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളാണ് 30-40%. കാരണം എവറി ടൈം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുള്ളിക്കാരുടെ ക്ലാസ്സുകളെന്ന് പറയും. എനിക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് ആയിരിക്കും. മോസ്റ്റ് കുറേ പേര് ഞാൻ എപ്പോഴും കണക്റ്റഡാണ്, ഫ്രണ്ട്സാണ്. ചെയർമാൻ ക്ലെമൻസ് തോട്ടാപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത ഇംഗ്ലീഷ് പഠന കേന്ദ്രമായി സ്കൂളിനെ തെരഞ്ഞെടുത്തതിൻ്റെയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് പ്രോഗ്രാം നടപ്പാക്കുന്നതിനുള്ള നോളേജ് പാർട്ട്ണറായും ഹോളി ഗ്രേസ് അക്കാദമിയെ നിയോഗിച്ചതിൻ്റെ ധാരണാപത്രം കൈമാറി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി മാനേജർ കെവിൻ കോയിൻ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ അക്വിസിഷൻ ഹെഡ് മൻമോഹൻ കത്താരി ചടങ്ങിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ജോസഫ് ആലുങ്കൽ, ഡോക്ടർ M രാമനുണ്ണി, സജീവ് കമ്മത്ത്, PV ലിവിയ എന്നിവർ സംസാരിച്ചു. നെട്ടിശ്ശേരി മൂക്കാട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കുവാനായി രൂപം കൊണ്ട ജനകീയ കൂട്ടായ്മയുടെ ക്രിസ്തുമസ് നവവത്സരാഘോഷം നടന്നു. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവ് ദക്ഷ ജയകൃഷ്ണൻ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ദക്ഷ ജയകൃഷ്ണൻ കേരളോത്സവത്തിൽ തുടർച്ചയായി 7 വർഷം കലയിലും കായികത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നെട്ടിശ്ശേരി സോക്കർ സിറ്റി FC ക്ലബ്, മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പൂരം പ്രേമി സംഘം ഭാരവാഹി വിനോദ് കണ്ടങ്കാവിൽ ആദരിച്ചു. എക്സ് സുബൈദാർ മേജർ KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെൻസൺ ജോസ് കാക്കശ്ശേരി, A അഭിലാഷ്, ശശി നെട്ടിശ്ശേരി, C രാജൻ, ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ നിർധനയായ കുട്ടിക്ക് പണിത് നൽകുന്ന കാരുണ്യഭവനത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KY അസീസ്, ഹെഡ് മാസ്റ്റർ VK മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ AP ലാലി, PTA വൈസ് പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപക പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന വീടിന്റെ തറ നിർമ്മാണം സ്കൂൾ PTA-യും മറ്റു ജോലികൾ താണിയത്ത് ട്രസ്റ്റുമാണ് ചെയ്യുന്നത്. ആദിവാസി വിഭാഗങ്ങൾക്ക് 6 അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുന്ന ABCD പ്രോഗ്രാം അതിരപ്പിള്ളി പഞ്ചായത്തിൽ ആരംഭിച്ചു. അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ജില്ലാതല പരിപാടിയാണ് അരൂർ മുഴി പഞ്ചായത്ത് ഹാളിൽ നടന്നത്. പ്രീ ആധാർ ക്യാമ്പയിനിൽ 250 പേർക്ക് സേവനം നൽകി. അതിരപ്പിള്ളിയിലെ 14 ഊരുകളിൽപ്പെടുന്ന 610 കുടുംബങ്ങൾക്കും സർക്കാർ സേവനം ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സബ് കളക്ടർ കാർത്തിക് പണിഗ്രാഹി, BDOP ഹെറാൾഡ് ജോൺ, ചാലക്കുടി തഹസിൽദാർ EN രാജു എന്നിവരായിരുന്നു ക്യാമ്പ് നയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ എന്നിവർ നേതൃത്വം നൽകി. എൽത്തുരുത്ത് ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി അഖില കേരള നാടകോത്സവത്തിന് തിരി തെളിഞ്ഞു. എൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭ വക ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ ഡിസംബർ 20 മുതൽ 26 വരെ നടക്കുന്ന നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം സഭാ ട്രഷറർ IL ബൈജു നിർവഹിച്ചു. രക്ഷാധികാരി KK അനിരുദ്ധൻ ശാന്തി, ചെയർമാൻ KS വിനോദ്, സെക്രട്ടറി PB ഭരതൻ, ട്രഷറർ KB വിനോദ് എന്നിവർ സംസാരിച്ചു. നിർധനരുടെ വിശപ്പകറ്റാൻ കൊരട്ടി പാതയത്തിലേക്ക് പൊതിച്ചോർ നൽകി. ചാലക്കുടി ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി പാതയത്തിൽ പൊതിച്ചോറ് നൽകിയത്. കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ ആരംഭിച്ചു. TTA പ്രിൻസിപ്പൽ റീബ മാത്യു, അധ്യാപകരായ NG സന്തോഷ്, ജൈദ ബാബു, ആൻസി, വിദ്യാർത്ഥി പ്രതിനിധികളായ K അശ്വതി, P അതുൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ജയിലിൽ രചിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ റിപ്പർ ജയാനന്ദന് 2 ദിവസം പരോൾ നൽകി കോടതി. ജയിലിൽ വെച്ച് ജയാനന്ദൻ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച. മാളയിൽ ഇന്നലെ നടന്ന കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയുന്ന 70ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തല്ലിയാൽ തിരിച്ചു തല്ലാനാണ് തീരുമാനമെന്ന് K മുരളീധരൻ MP. മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഇനി സഹിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് തല്ലി തന്നെ തീർക്കാമെന്ന് K മുരളീധരൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.